ന്യൂസ് 16 കേരള. ഭീകരർ പാകിസ്ഥാനിലാണെങ്കിൽ അവിടെ വെച്ച് ആക്രമിക്കും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ജയശങ്കർ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടച്ച് മാധ്യമമായ NOSന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഓപ്പറേഷനിൽ സുവ്യക്തമായൊരു സന്ദേശമുണ്ട്. അതായത് ഏപ്രിൽ 22-ന് നാം കണ്ട വിധത്തിലുള്ള പ്രവർത്തികൾ ഇനിയുണ്ടായാൽ അതിനു നേർക്ക് പ്രതികരണം ഉണ്ടാകും. നാം ഭീകരവാദികളെ ആക്രമിക്കും, ജയശങ്കർ വ്യക്തമാക്കി. ഭീകരവാദികൾ പാകിസ്ഥാനിലാണെങ്കിൽ അവർ എവിടെയാണോ അവിടെ ചെന്ന് ആക്രമിക്കുമെന്നും ജയശങ്കർ പറഞ്ഞു. ഓപ്പറേഷൻ തുടരുന്നതിനകത്ത് ഒരു സന്ദേശമുണ്ട്. എന്നാൽ ഓപ്പറേഷൻ തുടരുന്നു എന്നത് പരസ്പരം വെടിയുതിർക്കുന്നതിന് സമാനമല്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ മതത്തെക്കുറിച്ചുള്ള അതിതീവ്രമായ വീക്ഷണം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളെ സ്വാധീനിച്ചിരുന്നെന്നും ജയശങ്കർ ആരോപിച്ചു. വിനോദസഞ്ചാരത്തെ ദോഷകരമായി ബാധിക്കാനും വർഗീയ കലാപം സൃഷ്ടിക്കാനുമുള്ള ലക്ഷ്യത്തോടെയാണ് പഹൽഗാം ആക്രമണം നടന്നത്. മതം എന്നൊരു ഘടകം കൂടി ഉൾപ്പെടുത്തപ്പെട്ടു. മതപരമായി അതിതീവ്ര കാഴ്ചപ്പാടുള്ളയാളാണ് പാകിസ്ഥാൻ സൈനിക മേധാവി. ചിലർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കും, ജയശങ്കർ പറഞ്ഞു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേര് കൊല്ലപ്പെടാനിടയാക്കിയ ആക്രമണത്തിന് മറുപടിയാണ് മെയ് 7-ാം തീയതി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.